സീപ്ലെയിൻ പദ്ധതിക്കെതിരായ ഇടതു തൊഴിലാളി സംഘടനകളുടെയും CPIയുടെയും എതിർപ്പ് തള്ളി CPIM. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. മീൻപിടുത്തം നടക്കുന്ന ഒരു കായലിലും സീപ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആവർത്തിച്ചു. സീപ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായ ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലിന് പിന്നാലെ വിവാദങ്ങളും ഉയരുന്നു. മീൻപിടുത്തം നടക്കുന്ന കായലിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ഇടതു തൊഴിലാളി സംഘടനകളായ CITUയും AITUCയും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സീപ്ലെയിൻ ആലപ്പുഴയുടെ അടിയന്തര ആവശ്യമല്ലെന്ന് CPIM നേതാവും CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ PP ചിത്തരഞ്ജൻ. ആലപ്പുഴ മത്സ്യത്തൊഴിലാളിയുടെ കേന്ദ്ര തൊഴിലെടുക്കുന്നിടത്ത് വരാതിരുന്നാൽ മതി. ബാക്കി ആലപ്പുഴ വരുന്നതിന് നമുക്കെതിരെ എതിർക്കണം. അതെ, അത് വന്നോട്ടെ. അതിലിപ്പോൾ മത്സ്യത്തൊഴിലാളി തൊഴിലെടുക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. മീൻപിടുത്ത മേഖലകളിൽ പദ്ധതി നടപ്പാക്കിയാൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് CPIയുടെ മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടും. അതുകൊണ്ടാണ് മത്സ്യബന്ധന മേഖലയിൽ കക്കാത്തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ ഇത് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് യാതൊരു മാറ്റവുമില്ല. എന്നാൽ എതിർപ്പുകളെ തള്ളുകയാണ് CPIM. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. കായലിൽ സീപ്ലെയിൻ ഇറക്കുമെങ്കിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കായലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവരാണ് ഇപ്പോൾ സീപ്ലെയിനുമായി വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ കാൽക്കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം. വൈകി വന്ന വിവേകമെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വിവിധ തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി 20-ന് ആലപ്പുഴയിൽ ചേരും. 24 ആലപ്പുഴ.